ഇവൻ പക്ഷേ ഇവന് പറ്റിയ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് ഈ 25K എന്നുള്ള സാധനം ആൾക്കാർ പതുക്കെ വിഡ്രോ ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ് വരാൻ തുടങ്ങി. ഏതാണ്ട് ഒരു മാസം കൊണ്ട് 25K എന്നുള്ളത് 2K 3Kയിലേക്ക് പോയി. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു വലിയ ചതിയാണ്. അവർക്ക് ഒരു എത്തിക്സ് ഇല്ലാത്ത ചതിക്കും ആൾക്കാർ. കാരണം നമ്മൾ ഇവർക്ക് പൈസ കൊടുത്ത് പൈസ എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ പറയുന്ന ആൾക്കാരെല്ലാം മാറ്റി വേറെ പേരിലേക്ക് ഫോളോവേഴ്സ് ആവും. അങ്ങനെ നമ്മൾ കൂട്ടാൻ പോകല്ല. നിങ്ങൾ ജെനുവിനായിട്ടുള്ള കണ്ടൻറ് ഇടുക, നല്ല കണ്ടൻറ് ഇടുക. പ്രത്യേകിച്ച് ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതെ നോർമലി അത് ഫോളോവേഴ്സ് അങ്ങ് കുടിക്കോളും. ഇത് നാച്ചുറലായിട്ട് വരേണ്ട ചില കാര്യങ്ങളാണ്. അത് എന്താ പറയുക, ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ പൈസ കൊടുത്ത് ആൾക്കാരെ കയറ്റി കഴിഞ്ഞിട്ട് 10 ദിവസം കഴിയുമ്പം ഈ കയറിയ ആൾക്കാർ പതുക്കെ വിഡ്രോ ചെയ്തങ്ങ് പോകും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പുതുതായിട്ട് വരുന്ന അല്ലെങ്കിൽ യൂട്യൂബും ഫേസ്ബുക്കും അല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുടങ്ങി പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഇതൊരു പ്രൊഫഷനായിട്ടൊക്കെ ചിന്തിച്ച് വരുന്നവരൊക്കെ ഉള്ള ശ്രദ്ധയ്ക്ക് പറയുകയാണ്. നിങ്ങളെ പറ്റിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരും. പ്രത്യേകിച്ച് അതുപോലെ തന്നെയാണ് കൊളാബ് ചെയ്യാൻ വരുന്ന ആൾക്കാർ. ഈ അടുത്തിടയ്ക്ക് എനിക്ക് വന്ന ഒരു പോസ്റ്റാണ്, പെപ്സിന്ന് എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു. കാരണം ഞാനിടുന്ന വീഡിയോസ് കണ്ട് അവർക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെപ്സിക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് കൊളാബ് ചെയ്യാൻ ചോദിച്ചേക്കാണ്. താല്പര്യം ഉണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യാൻ, ഞങ്ങൾ കൊളാബ് ചെയ്യാനുള്ള ലിങ്കൊക്കെ തരാമെന്നൊക്കെ പറയും. നമ്മൾ ആലോചിക്കേണ്ട കേസ് പറഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ മലയാളത്തിലുള്ള വീഡിയോസാണ്. അത് കണ്ടിട്ട് പെപ്സി പോലൊരു വലിയ ഇൻ്റർനാഷണൽ കമ്പനിയാണ് എന്നെ കൊളാബ് ചെയ്യാൻ വന്നേക്കുന്നത്. അത് എനിക്ക് അവർ ഒരാഴ്ച ഓഫർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 40,000 രൂപയാണ് ഒറ്റ ആഴ്ച. എന്ത് കാണിക്കാനാണ്? നമ്മൾ പക്ഷേ പെട്ടെന്ന് വീണ് പോകും. ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ട ഒരു ഫേസ്ബുക്കിൽ ഒരു ഫാമിലി നിന്ന് കരയെ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കൊളാബ് ചെയ്യാൻ പോയതാണ്. ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമ്മളെ പറ്റിക്കാനായിട്ട് ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ അവർക്ക് വേണ്ടത് കൊണ്ടുവന്ന് തല വെച്ച് കൊടുക്കരുത്. നിങ്ങൾ നല്ല ജെന്യുവനായിട്ടുള്ള കണ്ടൻറ്റുകൾ എടുക്കുക. കഴിവതും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത വല്ലവൻ്റെ പോസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റ് ഇടുക. പിന്നെ നല്ല അതായത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിൽ കണ്ടൻറ്റുകൾ ഇടുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേജ് ആയാലും എന്ത് പോസ്റ്റ് ആയിരുന്നാലും പതുക്കെ ഗ്രാജുവലി നിങ്ങൾക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പൈസയും കിട്ടും. ഇത്തരം പറ്റിപ്പുകളിൽ പോയി സ്വന്തം പൈസ കളയരുതെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. താങ്ക് യു.